നിങ്ങളെ ആരെങ്കിലും ഒരിക്കൽ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിശ്വസിച്ച ഒരാൾ നിങ്ങളെ തകർത്തിട്ടുണ്ടോ? നിങ്ങൾ സ്നേഹിച്ച ഒരാൾ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടോ? നിങ്ങൾ സഹായിച്ച ഒരാൾ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ സാധാരണ ചോദ്യങ്ങളല്ല. ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിക്കുന്ന നിമിഷങ്ങളാണ്. വേദന എവിടെ നിന്നാണ് വരുന്നത് അറിയാമോ? ശത്രുക്കളിൽ നിന്നല്ല, നമ്മൾ വിശ്വസിച്ച ആളുകളിൽ നിന്നാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ നൽകുന്നു. പക്ഷേ മറ്റൊരാൾ അത് വിലമതിക്കില്ല, അത് ഉപയോഗിക്കും, പിന്നെ നമ്മളെ ഉപേക്ഷിക്കും. ഇതാണ് സത്യം, ഒരു വലിയ സത്യം. അധികം പിന്തുടരുന്നവരെ ആളുകൾ വില കുറയ്ക്കും. നിങ്ങൾ വിലമതിക്കാത്തവരെ സഹായിക്കരുത്. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? പ്രശ്നം അവരല്ല, നിങ്ങളുടെ സമീപനമാണ്. നിങ്ങൾ വേദനിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു, ചോദിക്കുന്നു എന്തുകൊണ്ട്, തിരിച്ചു നേടാൻ ശ്രമിക്കുന്നു, വീണ്ടും സമീപിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഒരു തെറ്റാണ്. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ ചെറുതാക്കി കാണുകയാണ്. നിങ്ങളെ വേദനിപ്പിച്ചവർക്കുള്ള ഏറ്റവും വലിയ മറുപടി പ്രതികരണമല്ല, അത് മൗനമാണ്, അത് മാറ്റമാണ്, അത് വളർച്ചയാണ്. നിങ്ങൾ വേദനിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കും. പക്ഷേ ചാണക്യൻ പറയുന്നത് എപ്പോൾ സംസാരിക്കണം, എപ്പോൾ മിണ്ടാതിരിക്കണം എന്നതറിയണം. കാരണം എക്സ്പ്ലനേഷൻ വീക്ക്നെസ്സായി കാണപ്പെടും, സൈലൻസ് സ്ട്രെങ്തായി തോന്നിപ്പോകും. നിങ്ങളെ വേദനിപ്പിച്ച ആളുകൾ മാറില്ല, അവർ വീണ്ടും അതേ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് അവരെ ശരിയാക്കാൻ ശ്രമിക്കരുത്, അവരിൽ നിന്ന് ദൂരം പാലിക്കുക. ചാണക്യൻ പറയുന്ന നിങ്ങളെ തകർക്കുന്ന ആളുകളിൽ നിന്ന് അകലെ നിൽക്കുക എന്നതാണ്. നിങ്ങൾക്ക് തോന്നും എനിക്ക് തിരിച്ചടിക്കണം, പക്ഷേ ഇത് നിങ്ങൾക്ക് തന്നെ നഷ്ടമാകും. കാരണം നിങ്ങളുടെ സമയം നഷ്ടപ്പെടും, നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടും, നിങ്ങളുടെ ശാന്തി നഷ്ടപ്പെടും. പ്രതികാരം ദുർബലരുടെ പ്രതികരണമാണ്. നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ മാറ്റാൻ കഴിയില്ല, പക്ഷേ നിങ്ങളെ മാറ്റാൻ കഴിയും. നിങ്ങൾ ശക്തനാകുക, നിങ്ങൾ വളരുക, നിങ്ങൾ മുന്നോട്ടു പോകുക. ഒരു ദിവസം അവർ തന്നെ കാണും നിങ്ങൾ മാറിയിരിക്കുന്നു എന്ന്. ഒരു വലിയ സത്യം, എല്ലാ ബന്ധങ്ങൾക്കും സ്വാർത്ഥത ഉണ്ടാകും. അതിനാൽ ആരാണ് സത്യമായി നിങ്ങളെ വിലമതിക്കുന്നത്, ആരാണ് നിങ്ങളെ ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിവുണ്ടാകണം. നിങ്ങളെ വേദനിപ്പിച്ചവർക്കുള്ള ഏറ്റവും വലിയ മറുപടി എന്താണ്? നിങ്ങൾ വിജയിക്കുക, നിങ്ങൾ ഉയരുക, നിങ്ങൾ അവരെ ആവശ്യമില്ലാത്തവനാക്കുക. ആദ്യത്തിൽ നിങ്ങൾക്ക് വേദനയുണ്ടാകും, നിങ്ങൾക്ക് കോപമുണ്ടാകും, നിങ്ങൾക്ക് വിഷമമുണ്ടാകും. പക്ഷേ നിങ്ങൾ ഈ നിയമങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾ ശാന്തനാകും, നിങ്ങൾ ശക്തനാകും, നിങ്ങൾ വ്യക്തമായിരിക്കും. ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കും, ആ വേദന ഇപ്പോൾ നിങ്ങൾക്ക് ബാധിക്കില്ല, ആ വേദന ഇപ്പോൾ നിങ്ങളെ ബാധിക്കില്ല. കാരണം നിങ്ങൾ വളർന്നിരിക്കുന്നു. ഒരു ദിവസം അവരാണ് നിങ്ങളെ ഓർക്കുന്നത്, നിങ്ങളെ സമീപിക്കുന്നത്, നിങ്ങളെ നഷ്ടപ്പെട്ടതിനെ തിരിച്ചറിയുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ മാറിയിരിക്കുന്നു. നിങ്ങളെ വേദനിപ്പിച്ചവരെ തിരിച്ചു വേദനിപ്പിക്കേണ്ടതില്ല, അവരെ അവഗണിക്കുക, നിങ്ങളെ ഉയർത്തുക, നിങ്ങളുടെ ജീവിതം മാറ്റുക. ഓർമ്മിക്കുക, വേദന നിങ്ങളെ തകർക്കാനല്ല, വേദന നിങ്ങളെ മാറ്റാനാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ വിജയമാണ്, നിങ്ങളുടെ ശാന്തതയാണ്, നിങ്ങളുടെ മാറ്റമാണ്. നിങ്ങളെ വേദനിപ്പിച്ചവർക്കുള്ള ഏറ്റവും വലിയ മറുപടി നിങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകുക എന്നതാണ്. നിങ്ങൾക്കറിയാമോ വേദന എന്തുകൊണ്ട് ഇത്രയും ശക്തമാണ്? കാരണം അത് സംഭവിക്കുന്നത് ഒരു സംഭവത്തിലല്ല, അത് സംഭവിക്കുന്നത് നിങ്ങളുടെ പ്രതീക്ഷകൾ തകരുമ്പോഴാണ്. അത് സംഭവിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം തകരുമ്പോഴാണ്. നിങ്ങൾ ഒരാളെ വിശ്വസിച്ചു, അവൻ നിങ്ങളെ വേദനിപ്പിച്ചു. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചത് ആ വ്യക്തി മാത്രമല്ല, നിങ്ങളുടെ തന്നെ വിശ്വാസമാണ് തകർത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്തത്, നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത്, നിങ്ങൾ വീണ്ടും വീണ്ടും അതോർക്കുന്നു. നിങ്ങളുടെ മനസ്സ് രണ്ടു ഭാഗങ്ങളായി മാറും. ഒരു ഭാഗം പറയും അവരെ മറക്കൂ, മുന്നോട്ട് പോകൂ എന്ന്. മറ്റൊരു ഭാഗം പറയും എന്തുകൊണ്ട് അവർ എങ്ങനെ എന്നോട് ചെയ്തു എന്ന്. ഈ പോരാട്ടം നിങ്ങളെ തകർത്തും. നിങ്ങൾ ചിന്തിക്കും ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്, ഞാൻ കുറവാണോ, ഞാൻ മാറ്റേണ്ടതുണ്ടോ? പക്ഷെ ഇവിടെയാണ് ഏറ്റവും വലിയ തെറ്റ് സംഭവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മൂല്യം ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഒരു സത്യം മനസ്സിലാക്കൂ, എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കില്ല, എല്ലാവരും നിങ്ങളെ വിലമതിക്കില്ല, എല്ലാവരും നിങ്ങളെ സ്നേഹിക്കില്ല. ഇത് നിങ്ങളുടെ തെറ്റല്ല, ഇത് ജീവിതത്തിന്റെ സ്വഭാവമാണ്. ഒരു പൂവ് എല്ലാവരും ഇഷ്ടപ്പെടില്ല, പക്ഷെ അത് അതിൻ്റെ സുഗന്ധം നിർത്തുന്നില്ല. നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം. നിങ്ങൾ വേദന അനുഭവിക്കുന്നത് സംഭവം കൊണ്ടല്ല, നിങ്ങൾ അത് വീണ്ടും വീണ്ടും ഓർക്കുന്നത് കൊണ്ടാണ്.
അതിനാൽ ആ സംഭവത്തെക്കുറിച്ച് ഓർക്കാതിരിക്കുക. നിങ്ങൾ ശ്രദ്ധ മാറ്റുക, പുതിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് വളരുന്നത്. നിങ്ങൾ ഒരാളെ വീണ്ടും വീണ്ടും സമീപിച്ചാൽ അവർ നിങ്ങളെ കൂടുതൽ അവഗണിക്കും. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ വില കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആത്മാഭിമാനം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരിക്കൽ ശ്രമിക്കുക, രണ്ടാമത് ശ്രമിക്കുക, പക്ഷെ അതിനുശേഷം നിർത്തുക. നിങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്? സംഭവിച്ചത് മാറ്റാൻ ശ്രമിക്കുന്നു, കഴിഞ്ഞത് തിരുത്താൻ ശ്രമിക്കുന്നു, പക്ഷേ കഴിഞ്ഞത് മാറില്ല. നിങ്ങൾ അത് അംഗീകരിക്കണം. അവർ പോയി, അംഗീകരിക്കുക. അവർ വേദനിപ്പിച്ചു, അംഗീകരിക്കുക. അത് കഴിഞ്ഞു, അംഗീകരിക്കുക. ഇത് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇതാണ് മോചനം. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തും. നിങ്ങളുടെ സമയം അവർക്കായി, നിങ്ങളുടെ ചിന്ത അവർക്കായി, നിങ്ങളുടെ ജീവിതം അവർക്കായി. പക്ഷേ അവർ പോയാൽ നിങ്ങൾ ശൂന്യനാകും. അതിനാൽ നിങ്ങൾ വീണ്ടും കണ്ടെത്തുക, നിങ്ങളെ വീണ്ടും സ്നേഹിക്കുക, നിങ്ങളെ വീണ്ടും ഉയർത്തുക. ഇതൊരു അവസരമാണ്. അതെ, വേദന തന്ന ഒരു അവസരമാണ്. നിങ്ങൾക്ക് പുതിയ ജീവിതം തുടങ്ങാം, പുതിയ ലക്ഷ്യങ്ങൾ സൃഷ്ടിക്കാം, പുതിയ വ്യക്തിത്വം നിർമ്മിക്കാം. നിങ്ങൾ പഴയ ആളല്ല, നിങ്ങൾ പുതിയ ആളാണ്. നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ശക്തി ലഭിക്കും. നിങ്ങൾ എളുപ്പത്തിൽ വേദനിക്കില്ല, നിങ്ങൾ എളുപ്പത്തിൽ വിശ്വസിക്കില്ല. നിങ്ങൾ കൂടുതൽ ബുദ്ധിപൂർവ്വം തീരുമാനിക്കും. ഇത് നിങ്ങളെ ശക്തനാക്കും. ജീവിതത്തിൽ പലപ്പോഴും നിങ്ങളെ വേദനിപ്പിച്ച ആളുകൾ ഒരു ദിവസം തിരിച്ചു വരും. കാരണം അവർ നിങ്ങളെ നഷ്ടപ്പെട്ടത് മനസ്സിലാകും. അവർ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയും. പക്ഷേ ചോദ്യം ഇതാണ്: നിങ്ങൾ അവരെ വീണ്ടും സ്വീകരിക്കുമോ? അവർ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് രണ്ട് വഴികൾ: പഴയ പോലെ തിരിച്ചു പോകുക, അല്ലെങ്കിൽ മുന്നോട്ടു പോകുക. ഓർമ്മിക്കുക, നിങ്ങളെ ഒരിക്കൽ വേദനിപ്പിച്ചവർ വീണ്ടും വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ശാന്തി തിരഞ്ഞെടുക്കുക. വിജയം എന്താണ്? പണം, പദവി അല്ല, ശാന്തി. നിങ്ങൾക്ക് ഉള്ളിൽ ശാന്തി ഉണ്ടെങ്കിൽ, പീസ്ഫുൾനെസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ അംഗീകരിച്ചാൽ, നിങ്ങൾ സ്നേഹിച്ചാൽ, അതാണ് വിജയം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങളെ വേദനിപ്പിച്ചവർക്കുള്ള മറുപടി കോപമല്ല, പ്രതികാരമല്ല, വാദമല്ല, ശാന്തമായ മുന്നേറ്റമാണ്. എ പീസ്ഫുൾ ജേണി. നിങ്ങളുടെ വളർച്ചയാണ്, നിങ്ങളുടെ സന്തോഷമാണ്. ഒരു ദിവസം നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കും, നിങ്ങൾ ചിരിക്കും. കാരണം നിങ്ങൾ അതിജീവിച്ചു, നിങ്ങൾ വളർന്നു, നിങ്ങൾ മാറി. നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളുടെ കഥയുടെ അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ മറുപടി നിങ്ങൾ തകരാതെ നിലകൊള്ളുന്നതാണ്, നിങ്ങൾ നിർത്താതെ മുന്നോട്ടു പോകുന്നതാണ്, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ്. ഓർമ്മിക്കുക, നിങ്ങളെ വേദനിപ്പിച്ചവരെ തോൽപ്പിക്കാൻ നിങ്ങൾ ജയിക്കേണ്ടത് നിങ്ങളുടെ ജീവിതമാണ്.